അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു സന്ധ്യയിൽ കൂടെ യേശുവിനെ ഉയർത്തുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. ഈ രാത്രിയിലെ കൂട്ടായ്മയിൽ സന്നിധരായിരിക്കുന്ന വിലപ്പെട്ട കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ നാം ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം നമ്മളോട് സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമുക്ക് വളരെ സുപരിചിതങ്ങളായ വാക്യങ്ങളാണല്ലോ ഇത്. ഈ വാക്യത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ യഹൂദ സംസ്കാരത്തെ ഒരല്പം മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. യഹൂദ സംസ്കാരവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്യമാണ് ഇത്. സൂര്യൻ അസ്തമിച്ചാൽ യഹൂദന്മാർ അവരുടെ വീടിൻ്റെ വാതിൽ പൂട്ടും. ഇച്ചിരൂടെ പറഞ്ഞാൽ അവരുടെ ഗേറ്റിൻ്റെ വാതിൽ പൂട്ടും. സാധാരണ ആ നാട്ടുകാരായ ആരും പിന്നീട് ഒരാവശ്യത്തിന് വാതിക്കൽ മുട്ടാറില്ല. അഥവാ ആരെങ്കിലും മുട്ടിയാൽ അതിൻ്റെ അർത്ഥം അവൻ ആ നാട്ടുകാരനല്ല, വേറെ താമസ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ആ വാതിലിൽ മുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് ലവോദിക്ക സഭയോട് പറയുകയാ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. അർത്ഥം എന്താ? കർത്താവിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കർത്താവിൻ്റെ ഒരേ ഒരു ഓപ്ഷൻ ഇവിടെയുള്ള സഭയാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കർത്താവിനുള്ള ഓപ്ഷൻ ഞങ്ങളാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്? ഈ കാലഘട്ടത്തിൽ ഈ പട്ടണത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ ഞങ്ങളിലൂടെയാ സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്? ഈ പ്രാർത്ഥന അങ്ങനെയുള്ള ഒരു ദൈവിക ഇടപെടലുകളിലേക്ക് ഞങ്ങളെ നയിക്കുന്നു എന്ന് ഉറപ്പിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിൻ്റെ അകത്ത് ണ്ട്. അപ്പൊ കർത്താവിന്റെ ആത്മാവ് പറയുകയാ, ഞാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് പ്രതീക്ഷിക്കപ്പെട്ട പലരും ആ ഉത്തരവാദിത്തങ്ങളിൽ പരാജയപ്പെടുമ്പോൾ ഒരേ ഒരു ഓപ്ഷൻ ഇന്ന് രാത്രി ഞാനും നിങ്ങളുമാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് സംസാരിക്കുവാനുള്ളത് എന്റെയും നിങ്ങളുടെയും നാവിലൂടാ. ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ളത് എന്റെയും നിങ്ങളുടെയും കരത്തിലൂടാ. ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ളത് എന്റെയും നിങ്ങളുടെയും ശബ്ദത്തിലൂടാ. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഏതാണ് മുട്ടുന്ന ശബ്ദം? 103-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്. ഒന്ന് വായിച്ചേ. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി. അപ്പൊ ദൈവവചനമാണ് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവവചനമാണ് സംസാരിക്കുന്നത്. ദൈവവചനത്തിലൂടെയാണ് ദൈവാത്മാവ് ഇടപെടുന്നത്. ദൈവവചനത്തിന് മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന 3 പ്രവർത്തികളുണ്ട്. എവിടെ ദൈവവചനം ഉയർന്നാലും അവിടെ സംഭവിക്കുന്ന 3 പ്രവർത്തികളുണ്ട്. ആ 3 പ്രവർത്തികൾ ഇന്ന് രാത്രി ഇവിടെ നടക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവവചനത്തിന് ചെയ്യുവാൻ കഴിയുന്ന 3 പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് വ്യക്തമാക്കി മുന്നോട്ട് വരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോഴും 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോഴും ഒക്കെ ദൈവവചനത്തിന് ചെയ്യുവാൻ കഴിയുന്ന പ്രവർത്തികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓരോന്നായി നമുക്ക് പരിചയപ്പെട്ടു വരാം. അതുകൊണ്ട് വേഗത്തിൽ വരാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അവന്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ സംസാരിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ആശ്ചര്യം തോന്നുകയാണ്. തിരുവനന്തപുരത്തെ ചർച്ചിനകത്താണെന്ന് പറഞ്ഞാൽ എനിക്കതൊരു ആശ്ചര്യമല്ല. കാര്യം ഒരുമാതിരിപ്പെട്ട പെന്തക്കോസ്ത് സഭകളിലൊക്കെ ദുരാത്മാവുള്ളവരൊക്കെ ഉണ്ട്. പലതും പ്രസംഗിക്കുമ്പോൾ ഇളകുന്നില്ലെന്നേ ഉള്ളൂ, സ്വത്രം. എന്നാൽ ചിലപ്പോഴൊക്കെ ഇളകാറുണ്ട്. അഥവാ ചിലപ്പം പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഇളകിയില്ലെങ്കിലും വീട്ടിൽ ചെല്ലുമ്പം ചിലരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇളകാറുണ്ട്. ഉദാഹരണങ്ങൾ പലത് പറയാൻ പറ്റും. ഞായറാഴ്ചത്തെ യോഗം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പം ചോറ് വിളമ്പാൻ താമസിച്ചാൽ ചിലർക്ക് ശരിക്കും അങ്ങ് ഇളവ് കണ്ടിട്ടില്ലേ? സ്വത്രം. അതുപോലെ തന്നെ ചിലരൊക്കെ യോഗത്തിന് വരുന്നത് തന്നെ ഇളകിയ കാര്യം എന്നാന്ന് ചോദിച്ചാൽ
രാവിലെ മുതൽ പല കാര്യങ്ങൾ ക്രമീകരിച്ചേച്ച് വൈകിട്ടത്തെ യോഗത്തിന് വരാൻ ഇറങ്ങിയപ്പോഴത്തേന് ഇച്ചിരി താമസിച്ചു. അച്ഛൻ ഒരുങ്ങി സിറ്റൗട്ടിൽ വന്ന് നിന്നേച്ച് പറഞ്ഞു, അല്ലേലും നേരത്തും കാലത്തും ഒരിടത്തും പോത്തില്ല, പ്രത്യേകിച്ച് യോഗത്തിനാണെങ്കിൽ ഒട്ടും പോത്തില്ല. സാരി ഉടുത്തോണ്ട് നിന്ന് ആൻറ്റി പറഞ്ഞു, അല്ലേലും ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാനും കേൾക്കാനും അറിയാനും ഒന്നും ആരുമില്ല. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അവത്തെ പിടിച്ച് ഇങ്ങനെ ശരിക്കും ഇളകി വരുമ്പോഴാ പാസ് ഇവിടെ പറയുന്ന ഇട യാഗരിച്ചോ എന്ന്. വീട്ടിൽ നിന്ന് യാഗരിച്ചിട്ടല്ല, ഇളകി ആ സത്യത്തിൽ ഇങ്ങോട്ടും ചെയ്യുന്നത്. പലപ്പോഴും ഇളകുന്നുണ്ട്, പക്ഷെ നമ്മൾ ആരും അറിയുന്നില്ലെന്നുള്ളത് ആ സത്യ. സ്വത്രം. ഒരു കാര്യം കൂടെ സത്യ, എനിക്ക് ആശ്ചര്യം തോന്നുന്നത് കഫർനഹൂമിലെ പള്ളിയിലും ഭൂതമുള്ളവരുണ്ടെന്നുള്ളതാണ്. കഫർനഹൂം എന്ന് പറയുന്ന വാക്കിന് തന്നെ എന്തൊരർത്ഥം അല്ലേ? കഫർ എന്ന് പറഞ്ഞാൽ ഗ്രാമം, നഹു എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നത്. കഫർനഹൂം എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്ന ഗ്രാമം. ആശ്വസിപ്പിക്കുന്ന ഗ്രാമത്തിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്കകത്തിരിക്കുന്നവർ മുഴുവൻ ഭൂതം. അങ്ങനെയാണ് പിന്നെ നാട്ടിലെ കാര്യം പറയണ്ട. സത്യത്തിൽ ഇന്നത്തെ പല സഭകളിലും ഭൂതം ഇരിപ്പുണ്ട്. ഒരർത്ഥത്തിൽ ഇത് ഇളകുന്നത് നല്ലതാണ്, പക്ഷെ ഇന്ന് രാത്രി ഇളകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാര്യം 8:30 യോഗം തീർക്കണം. കാര്യം എല്ലാ ശുശ്രൂഷകളും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു കാര്യം അറിയാം, ഈ ഭൂതശാന്തി എന്ന് പറയുന്നത് നേരത്തും കാലത്തും ഒന്ന് തീരുന്നൊരു ശുശ്രൂഷ അല്ല. സ്വത്രം. ഇന്നലെ ഇവിടെ പ്രസംഗിച്ച പാസ്റ്റർ എൻ്റെ അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരു ഭൂതം ഇളകി. ദൈവത്തിന് സ്തോത്രം. സാധാരണ ഭൂതം ഇളകുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? പെന്തിക്കോസുകാർ നന്നായിട്ട് ആരാധിക്കും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഭൂതം ഇളകിയതിലുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല, ഇളകിയ ഭൂതം എൻ്റെ മേ കയറില്ലെന്നും കണ്ട് എന്ത് ചെയ്യുക? ആരാധിക്കുക. എപ്പം ഭൂതം ഇളകുന്നെന്ന് ഒരുറപ്പും ഇല്ലാത്തത് നമുക്ക് മാത്രമേ ഉള്ളൂ. സാധാരണ ഭൂതം ഇളകിയ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ആൾക്കാർ ചുറ്റും നിന്ന് എന്ത് ചെയ്യും? വട്ടം കൂടി നിന്ന് ആരാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഇളകിയ ആളിന്റെ ചുറ്റും കൂടി നിന്ന് വട്ടം കൂടി നിന്ന് എന്ത് ചെയ്യും? ആരാധിക്കും. അങ്ങനെ തുണ്ടത്തി ചർച്ചിൽ ഒരു ഭൂതം ഇളകി. രാവിലെ മുതൽ ആരാധിച്ചിട്ടും ഭൂതം പോകുന്നില്ല. അവിടെ ഒരു ഉണ്ണിച്ചാനുണ്ടായിരുന്നു. ഉണ്ണിച്ചാൻ മരിച്ചുപോയി. ദൈവത്തിന് സ്വത്രം. ഉണ്ണിച്ചാന് ചിലർക്കൊക്കെ അറിയാം, ചർച്ച അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഉറക്കെ പ്രൈസിലോട് പറയുന്ന ഒരു അപ്പച്ചന. രാവിലെ മുതൽ ഇത് ആരാധിച്ചിട്ടും പോകാതെ വന്നപ്പം 1:30 ഒക്കെ ആയപ്പോൾ ഉണ്ണിച്ചാനങ്ങ് ദേഷ്യം വന്നു. പുള്ളിക്കാരൻ ഒരു കാര്യം ചെയ്തു. അങ്ങോട്ട് ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞു മാറാൻ പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു 2 സൈഡിലോട്ട് വഴിയിടാൻ പറഞ്ഞു. വഴിയിട്ടു. എല്ലാവരെയും മാറ്റി നിർത്തി. എന്നിട്ട് ഭൂതത്തോട് പറഞ്ഞു, ഇതേ വഴി കിടക്കുന്ന ഇതിലൂടെ പൊക്കോളാൻ പറഞ്ഞു. ഭൂതം പോയി. ദൈവത്തിന്റെ സ്വത്രം. ആളിൽ നിന്ന് എന്ത് ചെയ്തു? പോയി. അപ്പം പലയിടത്തും ഭൂതം പോകാത്ത എന്തുകൊണ്ടാണെന്നറിയോ? പറ. വഴി കൊടുക്കാത്തോണ്ടാ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇത് തന്നെയാ പറയുന്നത്. ഉപവാസപ്രാർത്ഥനയൊക്കെ ഒരു വശത്ത് നടക്കുമ്പം തന്നെ നമ്മൾ വഴി മുടക്കി നിൽക്കുന്നുണ്ടാ പല ഭൂതം എന്ത് ചെയ്യാത്തത്. ഉറക്കെ പറ പ്രിയപ്പെട്ടവരെ. അന്നേരം ഇന്ന് രാത്രി എന്ത് കൊടുത്തേക്കണം? പറ. വഴി കൊടുത്തേക്കണം. വഴി അടയ്ക്കരുത്, വഴി കൊടുത്തേക്കണം. വഴി അടച്ചു നിൽക്കുന്നതാ നിന്നോട് പലപ്പോഴും ശത്രു പോരാടുന്നതിന്റെ കാരണം. വഴി അടച്ചു നിൽക്കുന്നത് കൊണ്ടാ പലപ്പോഴും നീ ഇളകുന്നതിന്റെ കാരണം. നമ്മൾ തന്നെയാ നമ്മുടെ വഴി അടയ്ക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, എനിക്കെന്റെ ഭയങ്കര മുൻകോപ, എന്റെ വല്യപ്പന്റെ അതേ സ്വഭാവ എനിക്കെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പറ. വഴി അടയ്ക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗം പറയാ, വഴിയൊന്നും അടയ്ക്കരുത്. ഈ വിശ്വാസപ്രാർത്ഥനയിൽ ഇളകിപ്പോകാനുള്ളതിനെല്ലാം എന്ത് ചെയ്തേക്കണം? വഴി തുറന്നു കൊടുത്തേക്കണം. സ്തോത്രം. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവ് നിറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ വചനത്തിന്റെ മുമ്പിൽ അതെന്ത് ചെയ്തു? ഇളകി മാറി. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ചില ഭൂതശക്തികൾ ഇളകി മാറണം. പെന്തിക്കോസ് സഭകളെ ആഴത്തിൽ ആഴ്ന്നു പിടിച്ചിരിക്കുന്ന ചില ഭൂത അധികാരങ്ങൾ ദൈവവചനത്തിന്റെ മുമ്പിൽ ഇളകി മാറേണ്ട ഒരു കാലമായത്. സ്വത്രം. കാര്യം നമ്മുടെ ഇടയിലും ഭൂതം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കയറിക്കൊണ്ടിരിക്കുന്നു. ലൂക്കോസ് 8:27 വായിക്കുമ്പോൾ 6000 ഭൂതമുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. അവനെ കല്ലറയിലായിരുന്നു. അവനൊരു ശകലം പോലും വസ്ത്രം എന്ത് ചെയ്തിരുന്നില്ല? ധരിച്ചിരുന്നില്ല. അപ്പൊ 6000 ഭൂതമൊക്കെ ഒരുത്തൻ്റെ മേ വന്നു കഴിഞ്ഞാൽ ഒരു ശകലം പോലും വസ്ത്രം അവൻ എന്ത് ചെയ്യത്തില്ല? ധരിക്കത്തില്ല. പക്ഷെ അത്രയും ഭൂതമൊന്നുമില്ല. 10, 15, 20 ഒക്കെ ഭൂതം ഉള്ളതുകൊണ്ടാ അങ്ങും ഇങ്ങും എത്താത്ത വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ആൾക്കാർ ആരാധനയ്ക്ക് എന്ത് ചെയ്യുന്നത്? പറയുന്നേ വരുന്നത്. സ്വത്രം. അപ്പം ഇതൊക്കെ ഇളകി പോകേണ്ടത് ആവശ്യമല്ലേ? ആണു. ഇളകി പോകണമെങ്കിൽ ദൈവവചനം എന്ത് ചെയ്യണം?
അതുപോലെ തന്നെ വിളിച്ചു പറയണം. അപ്പം ശാസ്ത്രിമാര് പറയുന്നത് പോലെ പറയരുത്. അധികാരത്തോടെ വചനം പറയണം. അധികാരത്തോടെ വചനം പറയുന്നിടത്ത് മാത്രമേ അശുദ്ധാത്മാവ് എന്ത് ചെയ്യത്തുള്ളൂ? ഇളകിപ്പോകത്തുള്ളൂ. ഈ പട്ടണത്തിലെ ദൈവസഭകളെ മുടിക്കുവാനായിട്ട് ശത്രുവാകുന്നവൻ ഒരുക്കുന്ന അവന്റെ പദ്ധതികളെ കണ്ടുകൊണ്ട് അമാന്തിച്ചു നിൽക്കാതെ അധികാരത്തിന്റെ വചനം വിളിച്ചു പറയുവാൻ അഭിഷേകമുള്ള എത്ര ദൈവദാസന്മാർ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരുക്കപ്പെടും. ദൈവാത്മാവനോട് വിളിച്ചു പറയുക, അങ്ങനെ അധികാരത്തോടെ വചനം പറ. ഓ, അശുദ്ധാത്മാക്കൾ ഇളകി മാറട്ടെ. ദൈവവചനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരധികാരവുമില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനം ചേർന്ന് സ്തോത്രം ചെയ്തു. ഇളകാതെ നിൽക്കുന്ന ചില അധികാരങ്ങൾ അഴിഞ്ഞു മാറുന്ന ആത്മശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, ശക്തമായി വ്യാപരിക്കട്ടെ, ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി വരെ ചില കുടുംബങ്ങൾക്ക് നേരെ, തലമുറകൾക്ക് നേരെ ആധിപത്യം പുലർത്തുന്ന അന്ധകാരത്തിന്റെ അധികാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. അപ്പൊ ദൈവവചനം സംസാരിക്കുന്നിടത്ത് നടക്കുന്ന ഒന്നാമത്തെ വിടുതലാണ് ദുരാത്മാവ് ഇളകി മാറും. ഈ ഉപവാസ പ്രാർത്ഥന ആധിപത്യം പുലർത്തുന്ന ചില സ്വഭാവങ്ങളിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറണം. വചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടാൽ, വചനത്തിന്റെ ശബ്ദം കേട്ടാൽ ഒന്നാമത് നടക്കുന്നത് അശുദ്ധാത്മാവ് ഇളകി മാറും. ഇനി വചനത്തിന്റെ മുമ്പിൽ നടക്കുന്ന രണ്ടാമത്തെ വിടുതലുണ്ട്. അതും കവർന്നഭൂമിയിൽ തന്നെയാണ് നടന്നത്. 2:11 വായിച്ചേ. 2:11. അവൻ പക്ഷപാതക്കാരനോട് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവിനൊരു സ്വഭാവമുണ്ട് കേട്ടോ. അവന്റെ മുമ്പിലിരിക്കുന്ന ആരും കിടക്കുന്ന കിടപ്പിൽ കിടക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്തൊരു ദൈവം. അതുകൊണ്ട് 5 അപ്പം നുറുക്കി 5000 പേർക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ അവൻ ശിഷ്യന്മാരെ നിർബന്ധിക്കുക, എങ്ങോട്ട് പോക, ഉറക്കെ പറ, അക്കരയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻസ് ഇടുങ്ങിക്കിടക്കുന്നത് കാണാൻ നമ്മുടെ കർത്താവിന് എന്തല്ല ഇഷ്ടമല്ല. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ സ്വർഗം ചിലരോട് പറയും അക്കരയ്ക്ക് പോകാമെന്ന്. ചില യാത്രകൾ ദൈവം നിന്റെ മുമ്പിൽ ഒരുക്കും. നിന്റെ തലമുറയുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ചില വഴികളെ ദൈവം തുറക്കും. വഴികളെ ഒതുക്കി വെച്ചിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവം ജനത്തിന് വിടുതൽ നൽകും. ശക്തമായി ദൈവജനം ആരാധിച്ചു. നമ്മുടെ തലമുറകളുടെ ഭാവിയെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളുടെ മേൽ ആത്മാവിൽ നാം ജയമെടുക്കേണ്ട സമയങ്ങളായത്. ഞാൻ ഈ ഒരു 2 മാസത്തിനിടയിൽ ഒത്തിരി യാത്ര ചെയ്തു. പൂന മുതൽ ഇങ്ങോട്ട് ഹൈദരാബാദ്, മദ്രാസ്, ബാംഗ്ലൂർ എന്ന് വേണ്ട ഈ 2 മാസത്തിനിടയിൽ ഒത്തിരി ഇടങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ നമ്മുടെ ഇടയിലെ പല ദൈവമക്കളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണെന്നറിയാമോ? അത് അവരുടെ കുഞ്ഞുങ്ങൾ പലരും, അതാണായാലും പെണ്ണായാലും, വിവാഹപ്രായം കഴിഞ്ഞിട്ടും പലതിൻ്റെയും വഴി മുടങ്ങിക്കിടക്കുക. 28, 30, 32 വയസ്സ്, നല്ല വിദ്യാഭ്യാസം, മാന്യമായ ജോലി, നല്ല സൗന്ദര്യം, ഇതെല്ലാം, നല്ല ചുറ്റുപാട്, ഇതെല്ലാം ഉണ്ടെങ്കിലും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ തലമുറകളെ ഒതുക്കുന്ന എൻ്റെ മുമ്പിൽ തന്നെ ഈ 2 മാസത്തിനിടയിൽ അതിശക്തി ഒട്ടും കൂടാതെ പറയട്ടെ, ഒരു 25-ലധികം പേര് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഭക്തിയോട് ആരാധിക്കുന്ന കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും അവരുടെ വഴികളെ അടച്ച് അക്കരയിലേക്ക് പോകാൻ കഴിയാതെ ബന്ധിച്ചു നിൽക്കുന്നവരെ
അധികാരമുണ്ട്. ആ അധികാരത്തെ ഈ പ്രാർത്ഥനയിൽ ജയിക്കുവാൻ ഇവിടെയുള്ള ദൈവസഭയോട് ആത്മാവ് ദൂത് പറയുകയാ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമ്മുടെ സഭകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവജനത്തെ, അവരുടെ കുടുംബ ജീവിതത്തെ തടയുന്ന പോരുകൾ അഴിയുവാൻ അധികാരത്തോടെ പ്രാർത്ഥിച്ച ദൈവമക്കളെ, ഈ രാത്രി വചനത്തിന്റെ ശക്തി ഏറ്റെടുത്ത് ആത്മാവിലൊന്ന് ശ്വാസിച്ച് അപ്പൊ കർത്താവ് വാദത്തിൽ നിന്ന് മുട്ടുക. വേറെ ഒരു ഓപ്ഷനും ഇല്ല കർത്താവിന്. കർത്താവിനുള്ള ഒരേ ഒരു ഓപ്ഷൻ ആരാ? ഇവിടെയുള്ള സഭയാ. ഇന്ന് രാത്രികാല ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ ഒന്നാമത് സംഭവിക്കുന്നത് എന്താ? ഉറക്കെ പറ. ഭൂതങ്ങൾ വിട്ടുപോകും. 2, രോഗികൾ എന്ത് ചെയ്യും? സൗഖ്യം പ്രാപിക്കും. ഇനി ദൈവവചനത്തിന് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. അതിനെ ഞാൻ ലളിതമാക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും: പ്രയോജനമില്ലാത്തവരെ ഫലം കൊടുക്കുന്നവരാക്കി മാറ്റാൻ ദൈവവചനത്തിന് കഴിയും. സ്തോത്രം. ഒന്നുകൂടെ പറയാം. പ്രയോജനമില്ലാതെ കിടക്കുന്ന ആളുകൾ ഉള്ളവരായി മാറും. സ്തോത്രം. അപ്രയോജന ഭൃത്യന്മാരായിരിക്കുന്ന ആളുകൾ ഫലമുള്ളവരായി മാറുന്ന ഒരു പ്രാർത്ഥനയായി, ആർക്കും ഒന്നും ചെയ്യാതെ ദൈവനാമത്തിനും ദൈവസഭയ്ക്കും കുടുംബത്തിനും പ്രയോജനപ്പെടുവാൻ കഴിയാതെ ഏതൊക്കെ ഇങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് വന്ന് എനിക്ക് പ്രയോജനപ്പെടുവാൻ കഴിയാതെ ഏതൊക്കെയോ മേഖലകളിൽ ഞാനൊരു അപ്രയോജന പാത്രമായി മാറുന്നു എന്നുള്ള തോന്നൽ നിങ്ങളുടെ ചിന്തകളെ മതിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളോടാണ് ഞാൻ ദൈവാത്മാവ് സംസാരിക്കുന്നത്. കഴിഞ്ഞ പകലത്തെ യോഗത്തിന് ശേഷം ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വളരെ നിയോഗത്തോടെ ദൈവാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞൊരു ദൈവശബ്ദമായത്, ഈ രാത്രി ഈ ശബ്ദം നിങ്ങളെ പ്രയോജനമുള്ളവരാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. പ്രയോജനപ്പെടാൻ പോവുക. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുക. ദൈവം നിങ്ങളുടെ നിലവാരങ്ങൾ മാറ്റാൻ പോവുക. നിങ്ങൾ പ്രയോജനമില്ലാത്തവരായി മാറത്തില്ല. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായി മാറത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവത്തിന്റെ കയ്യിലെ ഒരു ഉപകരണമായി നിങ്ങൾ ശക്തമായി പ്രയോജനപ്പെടാൻ പോവുക. വിശ്വസിക്കുന്ന എത്ര ചെറുപ്പക്കാർ ഇവിടെ ഇരിപ്പുണ്ട്? വിശ്വസിക്കുന്ന എത്ര പിതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്? വിശ്വസിക്കുന്ന എത്ര സഹോദരങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്? ഇന്ന് രാത്രി ഉറക്ക പ്രാർത്ഥിച്ച് എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഒരല്പസമയം ശക്തമായി ദൈവത്തെ ആരാധിച്ചാൽ പ്രയോജനപ്പെടേണ്ട ചിലതിനെ ഒതുക്കുന്ന ചില അധികാരങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയാതെ, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ കഴിയാതെ, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ ആകുവാൻ കഴിയാതെ, ദൈവം ഉദ്ദേശിക്കുന്ന അനുഭവങ്ങളിലേക്ക് എത്തുവാൻ കഴിയാതെ കുടുംബങ്ങളെ ഒതുക്കുന്ന, നന്മകളെ ഒതുക്കുന്ന, ഏതൊക്കെയോ നിലവാരങ്ങൾ ഒതുക്കി വെക്കുന്ന സകല ദുഷ്ട അധികാരങ്ങളുടെ മേലും ഇന്ന് രാത്രികാലം ദൈവാത്മാവിന്റെ ജയം ഞങ്ങൾ പ്രഖ്യാപിക്കുക. ദൈവസഭ പ്രയോജനപ്പെടട്ടെ. ഈ പട്ടണത്തിൽ പ്രയോജനപ്പെടട്ടെ. ദൈവദാസന്മാർ പ്രയോജനപ്പെടട്ടെ. സഭകൾക്ക് പ്രയോജനപ്പെടട്ടെ. ശുശ്രൂഷകൾ ഫലവത്തുള്ളതായി മാറട്ടെ. ദൈവജനം പ്രയോജനപ്പെടട്ടെ. ആത്മാവി പ്രാർത്ഥിച്ചോ, ശക്തമായി ആരാധിച്ചോ. പ്രയോജനപ്പെടുവാൻ കഴിയാതെ തന്റെ ജനത്തെ ഒതുക്കുന്ന മേഖലകൾ ഞാനീ പറയുന്ന കാര്യം വളരെ ലളിതമാക്കി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞ പിന്നെ വന്നിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഒന്നുകൂടെ ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്ത് വേഗം വരിക. വെളിപ്പാട് ദിവസം 3:20 നമ്മൾ വായിച്ചത്. അക്കിങ്ങനെ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു അല്ലേ? ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കൂടെ അത്താഴം കഴിക്കും. ആ വാക്യത്തിൻ്റെ പശ്ചാത്തലം തന്നെ യഹൂദ സംസ്കാരവുമായിട്ട് വളരെ ബന്ധം പുലർത്തുന്ന ഒരു വാക്യമാണ്.
ഏത് കാഴ്ചപ്പാടിൽ ആ വാക്യം എഴുതപ്പെട്ടു എന്ന് ചോദിച്ചാൽ, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സന്ധ്യയായാൽ അവരുടെ വീടിന്റെ വാതിൽ അവരെന്ത് ചെയ്യും? അടയ്ക്കും. ആ നാട്ടുകാരായ ആളുകൾ ആരും പിന്നീട് ഒരാവശ്യത്തിനും ഒരു വീടിന്റെയും വാതിക്കൽ എന്ത് ചെയ്യാറില്ല? മുട്ടാറില്ല. അഥവാ ആരെങ്കിലും വന്ന് സന്ധ്യാസമയം കഴിഞ്ഞാൽ വാതിക്കൽ മുട്ടിയാൽ അതിൻ്റെ അർത്ഥം അവർ സഞ്ചാരികളാണ്, അവരാ നാട്ടുകാരല്ല, അവർക്ക് വേറെ താമസ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വാതിക്കൽ മുട്ടുന്നത്. അപ്പൊ കർത്താവ് ലവോദിക്ക സഭയോട് പറയുകയാണ്, എനിക്കൊരേ ഒരു ഓപ്ഷൻ ഉള്ളത് ആര് മാത്രമാണ്? നിങ്ങൾ മാത്രമാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവിനുള്ള ഒരേ ഒരു ഓപ്ഷൻ ആരാ പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളുമാ. കാരണം അവൻ രക്തം കൊണ്ട് സമ്പാദിച്ചിരിക്കുന്നത് ആരെയാണ്? നമ്മളെയാ. കാലങ്ങളായിട്ട് നമ്മളോട് മുട്ടിക്കൊണ്ടിരിക്കുക അവന്റെ ശബ്ദം മുട്ടുന്നത് 103-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യത്തിൽ നിന്ന് പറഞ്ഞു, അവന്റെ വചനത്തിലൂടെ അല്ലേ? വചനം മുട്ടുമ്പോൾ അതിനകത്ത് നടക്കുന്ന 3 വിടുതലുകളുണ്ട്. ഒന്നാമത്തേത് ഭൂതം പോകും. എവിടുത്തെ ഭൂതം പോകണം? കവർനഹൂമിലെ ഭൂതം ഇളകിപ്പോകണം അല്ലേ? കവർനഹൂം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കവർ ഗ്രാമം, നഹൂം ആശ്വസിപ്പിക്കുന്നത്, കവർനഹൂം ആശ്വസിപ്പിക്കുന്ന ഗ്രാമം. അവിടുത്തെ പള്ളിക്കകത്ത് ഭൂതം ഇരിക്കുന്നു. അപ്പം പിന്നെ നാട്ടിലെ കാര്യം പറയണ്ട അല്ലേ? അപ്പൊ പല പള്ളിക്കകത്തും എന്തോ ഇരിക്കുന്നു? ഭൂതം ഇരിക്കുന്നു. വചനം വ്യക്തമായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ഭൂതം എന്ത് ചെയ്യത്തുള്ളൂ? ഇളകിപ്പോകത്തുള്ളൂ. അപ്പം വചനത്തിന്റെ അകത്ത് ഒന്നും ചേർക്കാതെ, മായം ചേർക്കാതെ, മുഖം നോക്കാതെ വ്യക്തമായിട്ട് പറയണം. അപ്പൊ എന്തോ സംഭവിക്കും? ഭൂതം ഇളകിപ്പോവും. 2, വചനം സംസാരിക്കുന്നിടത്ത് നടക്കുന്ന രണ്ടാമത്തെ വിടുതൽ, രോഗി എന്താകും? സൗഖ്യമാകും. വചനത്തിന് ചെയ്യാൻ പറ്റുന്ന 3-ാമത്തെ വിടുതൽ, അപ്രയോജന ഭൃത്യന്മാരെ ആരാക്കി മാറ്റും? ഫലമുള്ളവരാക്കി മാറ്റുവാൻ സാധിക്കും. അതാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. 19-ന്റെ ഒന്നുകൂടെ വായിച്ചേ. 19-ന്റെ ഒന്ന്. അടുത്തത് നോക്കിയേ, ഈ ഭാഗമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. എനിക്ക് അവിടുന്ന് പറയാനുള്ളത്, ഫലമുള്ളവരാക്കി നമ്മളെ മാറ്റുന്ന ദൈവവചനം. ശ്രദ്ധിക്കണേ, സക്കായി ഇപ്പൊ ഇരിക്കുന്നത് വിതല, കാട്ടത്തിയല്ല. ധനവാനാണ്, പ്രമാണിയാണ്, എന്നാൽ അവനിരിക്കുന്നത് വിതല, കാട്ടത്തിയല്ല. സത്യത്തിൽ അന്നും ഇന്നും എല്ലാം സക്കായിമാരൊക്കെ കയറാൻ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് ഏതാ? കാട്ടത്തിയ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നാട്ടത്തി ഒന്നും ഇല്ലാത്തതുകൊണ്ടാ പലരും എവിടത്തെ കയറുന്നത്? കാട്ടത്തെ കയറുന്നത്. മാത്രമല്ല, കാട്ടത്തെ കയറാൻ സൗകര്യമോ, അതിന് 50 അടി പൊക്കമുണ്ട്, ഭയങ്കര വലിപ്പമുണ്ട്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. പിന്നൊരു ഗുണമുണ്ട്, 2 അടി മാത്രമേ വ്യത്യാസത്തിൽ ബ്രാഞ്ചുകളാണ്. എന്ന് പറഞ്ഞാൽ ചവിട്ടി ഒരുത്തൻ എന്ത് ചെയ്യാൻ പറ്റും? കയറാൻ പറ്റും, പെട്ടെന്ന് ഇറങ്ങാനും പറ്റും. തിങ്കളാഴ്ച മുതൽ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, ഞായറാഴ്ച വന്ന് എന്ത് ചെയ്താൽ മതി? ആരാധിച്ചാൽ മതി. അതുകൊണ്ട് ആളല്ല ഇപ്പൊ വിത്തല, കാട്ടത്തിയല്ല. പക്ഷെ ഒരു കാര്യം സത്യ, കാട്ടത്തിയിൽ ഇരിക്കുന്നിടത്തോളം കാലം സക്കായിക്ക് ഫലവും കിട്ടത്തില്ല, ഫലം കൊടുക്കാനും പറ്റത്തില്ല, ഫലം അനുഭവിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് കാട്ടത്തിയിൽ ഇരിക്കുന്നവനെ കണ്ടേച്ച് മാറിപ്പോവുക എന്നുള്ളതല്ല നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. ചിലരെ ഇറക്കിക്കൊണ്ടുവരേണ്ടത് ആവശ്യമായതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു നാട്ടത്തിയായി മാറുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. നോക്കിക്കേ, നാട്ടത്തിയുടെ പ്രത്യേകത, കാട്ടത്തി 50 അടി പൊക്കം വരെ വളരുമ്പം നാട്ടത്തിക്ക് 25 അടി പൊക്കേ ഉള്ളൂ. അതിന്റെ ബ്രാഞ്ചുകൾ തമ്മിൽ 9 അടി വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ ഒരുത്തിന് കയറി ചെല്ലാൻ ഇച്ചിരി പാടാ. പക്ഷെ ഒരു ഗുണമുണ്ട് കേട്ടോ, കയറി ചെന്നാൽ അവത്തേൽ എന്തോ ഉണ്ട്? ഫലമുണ്ട്. അപ്പം ഈ നാട്ടത്തിയാകുക എന്നുള്ളത് ദൈവസഭയെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശമാണ്. പഴയ നിയമത്തിൽ യഹൂദനെ കാണിക്കുന്നതാണെങ്കിൽ പുതിയ നിയമത്തിൽ ഇത് സഭയുടെ ഒരു നിഴലായിട്ട് നമുക്ക് ചിത്രീകരിക്കുവാൻ സാധിക്കും. അപ്പോൾ തന്നെ അത്തിയെക്കുറിച്ചുള്ള 3 ദൈവഹിതം ഒന്ന് പറയാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് വലിയ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത്തിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, എന്ന് പറഞ്ഞാൽ നാട്ടത്തിയാകുന്ന ദൈവസഭയെക്കുറിച്ച് ദൈവം
ആഗ്രഹിക്കുന്ന 3 ഉദ്ദേശങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. അതേക്കുറിച്ച് ശരിക്കും പഠിക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി ആഴത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ, 1-2 വാക്യങ്ങൾ കൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് വരാം. മർക്കോസ് 11:12. മർക്കോസ് 11:12. കർത്താവ് വരുമ്പോൾ കർത്താവിന് വിശന്നു. വിശപ്പ് മാറ്റാനായിട്ട് കർത്താവ് പരിസരത്ത് നോക്കിയപ്പം ഇലയുള്ള ഒരു അത്തിവൃക്ഷം കണ്ടു. കർത്താവ് അതിൻ്റെ അടുക്ക വന്നു. വന്നപ്പോൾ അതിനകത്ത് ഒരു ഫലവും ഇല്ല. അവിടെ സ്പെസിഫിക്കായിട്ട് എടുത്തെഴുതിയിരിക്കുക അത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലായിരുന്നു. എന്നിട്ട് കർത്താവ് അതിനെ നോക്കിയിട്ട് പറയാ, ഇനി നിങ്ങൾ നിന്ന് ആരും ഒരു നാളും ഫലം അനുഭവിക്കാതിരിക്കട്ടെ. എനിക്ക് ആ വാക്യം ഒത്തിരി പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി. അവിടെ എടുത്തെഴുതിയിരിക്കുക അത് അത്തിപ്പഴത്തിന്റെ കാലം. ദൈവമക്കളുടെ വായി അന്യഭാഷ കേൾക്കണമെങ്കിൽ ഞായറാഴ്ച വന്നാലേ പറ്റത്തുള്ളൂ. തിങ്കളാഴ്ച എന്നാൽ ചിലപ്പം വേറെ ഭാഷയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാ? അത് ഞായറാഴ്ച അല്ലാത്തോണ്ടാ. ഞായറാഴ്ച വരുമ്പോ എന്തോ കേൾക്കാം, ഉറക്കെ പറയുന്നേ എൻ്റെ ഭാഷ. സ്വത്രം. അതിനകത്ത് ദൈവദാസന്മാർ പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ദൈവദാസന്മാർ പറയാറുണ്ട് അത് അവരുടെ ബിസിനസിന്റെ ഭാഗമാണ്. ഇങ്ങനൊക്കെ നമ്മൾ കണ്ണടയ്ക്കുമ്പം ഇവിടെ പറയാ അത് അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നു. അല്ലാതിരുന്നിട്ട് കർത്താവ് അതിനെ എന്ത് ചെയ്യുക? ശപിക്കുക. എടാ, ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് പ്ലാവിൻ്റെ അടുക്ക പോയി പ്ലാവിനെ ശപിച്ചിട്ട് കാര്യമുണ്ടോ? വാഴക്കൊല കായ്ക്കേണ്ട ഒരു സമയമുണ്ട്. അത് കായ്ച്ച് അത് പഴുക്കേണ്ട സമയത്തല്ലാതെ വാഴയെ പോയി ചവിട്ടി പ്രാകിയിട്ടൊന്നും അതിനകത്തൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. റംബുത്താനും മാങ്കുസ്തും എല്ലാം കായ്ക്കേണ്ട ഒരു സമയമുണ്ട്. എന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാരും കായ്ക്കുന്ന ഒരു സമയമുണ്ട്. അത് ഞായറാഴ്ചയാണ്. അന്നേരം വന്നാലേ വല്ല ഫലവും എന്ത് ചെയ്യത്തുള്ളൂ. അല്ലാത്തപ്പോൾ അവരെ ശപിച്ചിട്ടൊന്നും വലിയ കാര്യം പറ ഇല്ല. കർത്താവ് ഈ ചെയ്ത പ്രവൃത്തി എനിക്ക് വലിയ വിരോധാഭാസമായിട്ട് തോന്നി. അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നു. എന്നിട്ടും അതിനെ കർത്താവ് എന്ത് ചെയ്യുക? ശപിക്കുക. എന്തോ ഒരു പ്രത്യേകത ഇതിനുള്ളതുകൊണ്ടാണ് കർത്താവ് ഇതിനെ കർത്താവ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചുമ്മാതെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതിനെന്തോ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് കർത്താവ് ഇത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാണ്. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ സൂക്ഷ്മമായിട്ട് ഈ അത്തിയെ ഒന്ന് പഠിച്ചു. അത്തിയെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ 1-2 കാര്യങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് ഞാനൊന്ന് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിക്കുമ്പോൾ അത്തിയെക്കുറിച്ച് അവിടെ ഒരു ഉപമ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം. ആ ആ ആ ആ അപ്പം നോക്കിക്കേ, അത്തി വെച്ചാൽ എത്ര സംവത്സരത്തിനുള്ളിൽ അത് കായ്ക്കണം? 3. സ്തോത്രം. 3 സംവത്സരത്തിനുള്ളിൽ അത് കായ്ച്ചില്ലെങ്കിൽ അത് സ്ഥലത്തെ എന്ത് ചെയ്യുക? നിഷ്ഫലമാക്കുക. അപ്പൊ കായ്ക്കാതിരിക്കുന്ന വിശ്വാസി ദൈവസഭയ്ക്ക് ഒരു ബാധ്യതയാണ്. സ്തോത്രം. പിന്നെ ചിലരെയൊക്കെ ദൈവം വെട്ടാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ? കർത്താവ് രക്തം തന്ന് വീണ്ടെടുത്തതായതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു മധ്യസ്ഥന ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക? നിർത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഒന്നാമത്തെ ഹിതം നിങ്ങൾ പോയി ഫലം കായ്ക്കുക. ഫലം കായ്ക്കുക മാത്രമല്ല, ഫലം നിലനിൽക്കുക കൂടെ വേണം. അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നിട്ട് കർത്താവ് അതിനെ ശപിക്കുക. കാരണം അത്തി വെച്ചാൽ 3 വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കണം. സൂക്ഷ്മമായി ബൈബിളിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു 3 സമയത്തും ഇത് കായ്ക്കും. ഒന്നാമത്തതിന് ബിക്കുവ എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് യജമാനിലുള്ളതാണ്. അതിന് ശേഷമുള്ളത് അത് ഫലശേഖര കാലത്തിന് ശേഷമുള്ളതാണ്.
ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാകണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തെ നമ്മൾ പഠിക്കണം. ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായവന്റെ ഭംഗിയുള്ള അലങ്കാരം ഫലശേഖര കാലത്തിന് മുമ്പേ പഴുത്തതും. ശ്രദ്ധിച്ചേ, ഫലശേഖര കാലത്തിന് മുമ്പേ പഴുത്തതും കാണുന്നവർ ഉടനെ പറിച്ചു തിന്നു കളയുന്നതുമായ അത്തിപ്പഴം പോലെ ഇരിക്കും. അപ്പം യഹൂദ സംസ്കാരം അനുസരിച്ച് അത്തിയുടെ 3 പ്രത്യേകതകൾ, അതിലെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് സീസണിൽ കായ്ക്കുന്നതാണ്. സീസണിൽ കായ്ക്കുന്നത് സീസണിൽ പഴുക്കത്തില്ല, അല്ലേ? ഇവിടെ പറയാ ഫലശേഖര കാലത്തിന് മുമ്പേ പഴുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര മുമ്പേ അതെന്ത് ചെയ്യണം? കായ്ക്കണം. അപ്പം ഈ ഫലശേഖര കാലത്തിന് മുമ്പേ പഴുക്കുന്നത് ആരാണ് പറിച്ചു തിന്നുന്നത്? കാണുന്നവർ. അതിനാണ് ബിക്കുവ എന്ന് പറയുന്നത്. അനാഥനും പരദേശിയും ഒക്കെ പറിച്ചു തിന്നുന്നത്. രണ്ടാമത്തേതാണ് ഫലശേഖര കാലഘട്ടത്തിലുള്ളത്. അത് ആർക്കുള്ളതാണ്? യജമാനനുള്ളതാണ്. മൂന്നാമത്തേതാണ് ഫലശേഖര കാലത്തിന് ശേഷം കായ്ക്കുന്നത്. അപ്പം ഈ അത്തി ഒരു സീസൺ ഫ്രൂട്ട് മാത്രമല്ല, ഓഫ് സീസണിൽ വീഴ്ത്തൽ എന്തുണ്ട്? ഉറക്കപ്പറ, ഫലമുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവവേദലേ, നിന്നെ കുറിച്ചുള്ള ദൈവഹിതം ഞായറാഴ്ചത്തെ 4 ചുവരിനകത്തെ അന്യഭാഷ അല്ല, മറിച്ച് എവിടെ ചെന്നാലും നമ്മിൽ എന്തു പുറപ്പെടണം? ഉറക്കപ്പറ. ഷാഘാരാധാന ഹത്തനാരകൽ കടക. ഇത് ആര് പറിച്ചു തിന്നണം? ഉറക്കപ്പറ. ഞായറാഴ്ചത്തെ നിന്റെ ഫലം ദൈവത്തിന് പ്രസാദപ്പെടുന്നതും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുമാകുമ്പോ മറ്റുള്ളതൊക്കെ ആര് പറിച്ചു തിന്നണം? കാണുന്നവർ, ആവശ്യക്കാർ, അത്യാവശ്യമുള്ളവർ, അത് വിശക്കുന്നവർ. നാം നിമിത്തം ചിലരൊക്കെ മുട്ടുതീരണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് പ്രാർത്ഥന കൊണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏതൊക്കെ നിലവാരത്തിൽ, അതെ, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായത്. കർത്താവ് അതുകൊണ്ട് ഒനോസിമോസിനോടുള്ള ബന്ധത്തിൽ ഫിലോമോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സഹോദര, നിന്നെ കൊണ്ട് ക്രിസ്തുവിൽ എനിക്കൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്തുള്ളവരായി മാറണം? ഫലമുള്ളവരായി മാറണം. ഞായറാഴ്ച മാത്രമാണോ? അല്ല. സാൽവേഷൻ ആർമിയുടെ പ്രസിഡന്റ് ആയിരുന്നു വില്യം ബൂത്ത്. അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം ആ പ്രസ്ഥാനത്തെ നയിക്കാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹിതനായ ഒരു കർത്തൃദാസനാണ് സൗമ്യൽ ലോകൻ. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഞാൻ വായിച്ചപ്പോൾ വളരെ വ്യത്യസ്തമായ ചില ചിന്തകൾ എനിക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അദ്ദേഹം അമേരിക്കക്കാരനാ. ഈ സാൽവേഷൻ ആർമിയുടെ തുടക്കമൊക്കെ ഇംഗ്ലണ്ടിലാണല്ലോ. അവിടെ ശക്തമായ പ്രവൃത്തി നടക്കുന്ന സമയത്ത് സൗമ്യൽ ലോകൻ അമേരിക്കയിൽ പല കൺവെൻഷൻ വേദികളും പ്രസംഗിക്കുന്നയാളാ. ആ സമയത്താണ് വില്യം ബൂത്തിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അറിഞ്ഞത്. വില്യം ബൂത്തിന്റെ പ്രവർത്തനങ്ങളെ അറിഞ്ഞു വെച്ച് വില്യം ബൂത്തിന് അദ്ദേഹം കത്തെഴുതി. ആ കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ കൂടെ എനിക്ക് പ്രവർത്തിക്കുവാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കത്ത്. ഈ കത്തിന് വില്യം ബൂത്ത് എഴുതിയ മറുപടി ഇങ്ങനെയാണ്. ആ മറുപടി വളരെ പ്രസക്തമാണ്. ജീവിതത്തിൽ നുറുക്കം അനുഭവിക്കാത്തവൻ അങ്ങേയറ്റം അപകടകാരിയാണ്. നിന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, നീ ആരുടെയും കീഴിലിരുന്ന് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നീ അപകടകാരിയാണ്. നിനക്ക് ഇംഗ്ലണ്ടിൽ ഒരു അവസരമുണ്ട്. കൺവെൻഷൻ വേദിയല്ല, മറിച്ച് ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഷൂ തുടയ്ക്കുവാൻ ഒരവസരമുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞൊരു കത്ത്. ഈ കത്ത് ഒരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് സൗമ്യൽ ലോകൻ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ ചെന്നു. ഇംഗ്ലണ്ടിൽ ചെന്ന് ആദ്യം കിട്ടിയ പണി ഷൂ തുടച്ചുകൊണ്ടിരിക്കുക. ഏകദേശം 2 വർഷത്തിനകം അദ്ദേഹം ഈ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി അദ്ദേഹം വളരെ വേദനയോടെ ദൈവത്തോട് കരഞ്ഞു. ഒത്തിരി കരഞ്ഞതിന്റെ കാരണം, അമേരിക്കയിൽ താൻ കൺവെൻഷൻ വേദികളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു നിയോഗത്തിൽ ഇവിടെ വന്നു. ഇങ്ങനെ ആയല്ലോ ഗതിയെന്ന് കണ്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങ് ഉറങ്ങി. ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇതായിരുന്നു: യേശു ചിരിച്ചുകൊണ്ട് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഒരു സ്വപ്നം. അദ്ദേഹത്തിന്
മനസ്സിലായി തന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഇതാണ്. അദ്ദേഹം അത് സൂക്ഷ്മമായിട്ട് ചെയ്യുവാൻ ആരംഭിച്ചു. ആ മനുഷ്യനെ ദൈവം പടിപടിയായി ഉയർത്തി. ആ മനുഷ്യൻ ആ പ്രസ്ഥാനത്തെ നയിക്കുവാൻ ദൈവത്താൽ ഉപയുക്തനായി. അങ്ങനെ ഉപയോഗിക്കപ്പെട്ട ആ ദൈവദാസന്റെ ചരിത്രത്തിലെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുവാനായി ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിക്കുവാൻ തൻ്റെ ഡ്രൈവറുമായിട്ട് കാറും എടുത്തുകൊണ്ട് വരികയാണ്. ടിക്കറ്റ് നേരത്തെ കയ്യിൽ കരുതിയിരുന്നു. എന്നാൽ വന്ന വഴിക്ക് ഒരു ബ്ലോക്കിൽ അകപ്പെട്ടത് കൊണ്ട് ഒരല്പം ലേറ്റായി പോയി. എന്തായാലും എത്തിയപ്പോഴത്തേന് തൻ്റെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂവ് ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. ഡ്രൈവറുടെ കയ്യിൽ നിന്ന് പെട്ടി മേടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിലൂടെ മൂവ് ചെയ്യുന്ന സാവധാനം നീങ്ങുന്ന ട്രെയിനിലേക്ക് കയറുവാൻ ഓടുകയാണ്. ഓടുന്ന വഴിക്കത് സംഭവിച്ചു. നിയമപ്രകാരമല്ലാതൊരു നാടോടി ബാലിക അവളുടെ തലയിൽ ഒരു കൊട്ട ആപ്പിളും വെച്ചുകൊണ്ട് ആ ആപ്പിൾ വിൽക്കുവാനായിട്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയാണ്. ട്രെയിനെ മാത്രം ശ്രദ്ധിച്ച് ഓടി വന്ന ദൈവദാസന്റെ ഷൂട്ട് കേസ് അവളുടെ ദേഹത്ത് തട്ടി. ആപ്പിൾ കൊട്ട സഹിതം ആ കുഞ്ഞ് ആ പ്ലാറ്റ്ഫോമിലേക്ക് വീണു. ആ പ്ലാറ്റ്ഫോമിൽ അവൾ വീണപ്പോൾ തിരക്കേറിയ പ്ലാറ്റ്ഫോമിൽ പല വിധത്തിൽ ചെതറിയ ആപ്പിളുകളുടെ നേരെ ആളുകൾ പ്രതികരിച്ചു. ചിലരതിനെ ചവിട്ടി കടന്നുപോയി, ചിലരതിനെ ചവിട്ടാതെ കടന്നുപോയി. പലരും പല വിധത്തിൽ പ്രതികരിക്കുമ്പോൾ ഈ ദൈവദാസൻ എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ ഷൂട്ട് കേസ് മാറ്റിവെച്ചിട്ട് ആ കുഞ്ഞിനെ പിടിച്ചുയർത്തി അവളുടെ ദേഹത്തെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് ആ കൊട്ട നിവരെ വെച്ചിട്ട് ആ ആപ്പിൾ കൊട്ടയിലേക്ക് നല്ല ആപ്പിളുകൾ എടുത്തിട്ടു. അതിനുശേഷം ആ കൊട്ടയെടുത്ത് അവളുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു. അപ്പൊ അവൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറേ സാർ യേശുവാണോ? അവളോട് അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നി? അവൾ പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞ യേശുവിന്റെ സകല സ്വഭാവവും ഞാൻ നിങ്ങളിൽ കാണുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മളിൽ ഇത് കാണണം. ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് തട്ടിളക്കി ആരാധിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഒരുമാതിരി ഫലമില്ലാത്ത ജഡീകന്മാരെ പോലെ അതപ്പതിക്കുന്ന ഒരു ആത്മീക അനുഭവം അല്ല നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മളിൽ നിന്ന് എന്ത് പുറപ്പെടണം? എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ കർത്താവിന് നമ്മളോട് പറയുവാനുള്ള ശബ്ദവിധ, നിങ്ങൾ പോയി എന്ത് കായിപ്പീൻ? ഉറക്കെ പ്രിയപ്പെട്ടവര്, ഫലം കായിപ്പീൻ. നിങ്ങളുടെ ഫലം എന്തായി മാറട്ടെ? നിലനിൽക്കുന്നതായി മാറട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ ഫലവത്താകണം. നമ്മുടെ ക്രിസ്തു ജീവിതം ഫലകരമാകണം. നാം നിമിത്തം ഫലമുണ്ടാകണം. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒന്നാമത്തെ ഹിതമാണ്, ഉറക്കെ പറ, ഫലം കായി. അപ്പോ അത്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത ഏത് സീസണിൽ പോയാൽ എന്തുണ്ട്? നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എല്ലാ കാലത്തും നാം ഫലം കൊടുക്കുന്നവരായി മാറണം. ഇനി അത്തിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഹിതം, മീഖയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അത്തിയുടെ രണ്ടാമത്തെ പ്രത്യേകത, യഹൂദന്മാർ തണലിനു വേണ്ടി ആശ്രയിച്ചിരുന്ന ഒരു വൃക്ഷമായിരുന്നു ഏത്? അത്തി. ഇത് സുവിശേഷത്തിൽ ഇച്ചിരൂടെ തെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ശിഷ്യൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. കർത്താവിനെ കണ്ടപ്പോഴേ പറഞ്ഞു, ഇതേ സാക്ഷാൽ ഇസ്രയേലിൻ, ഇവനിൽ എന്തില്ല? കപടമില്ല. ആരെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്? നഥനീലിനെ കുറിച്ച്. അന്നേരം ആളുകൾ ചോദിക്കുക, കർത്താവിനോട് അവൻ ചോദിക്കുക, കർത്താവെ നീ എന്നെ എവിടെ വെച്ച് അറിയും? അന്നേരം കർത്താവ് എന്താ പറഞ്ഞ്? നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ എന്ത് ചെയ്യും? അറിയും. അപ്പൊ അത്തിയുടെ രണ്ടാമത്തെ പ്രത്യേകത അതെന്ത് കൊടുക്കുന്നതാ? പറ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ രണ്ടാമത്തെ പ്രത്യേകത, ഉറക്കെ പറഞ്ഞേ, തണല് കൊടുക്കണം. ദൈവമക്കൾ എന്ത് കൊടുക്കണം? സ്തോത്രം. ഈ തണല് കൊടുക്കണമെങ്കിൽ ഒരു ഇച്ചിരിയൊക്കെ ഒന്ന് നിൽക്കണം കേട്ടോ. ഈ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ കാണുമ്പോൾ ഹായും പോകുമ്പോൾ ബായും പറഞ്ഞ ചങ്ങ ഇളകിപ്പോയാൽ ആർക്കും തണലാകാൻ പറ്റത്തില്ല. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടൊക്കെ കേൾക്കാനായിട്ട് ഒരു ഇച്ചിരി നേരം എന്ത് ചെയ്യണം? സ്വതന്ത്രം. ഇതൊന്നും പറഞ്ഞാൽ ഈ തലമുറയ്ക്ക് അത്ര മനസ്സിലാകത്തില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവമക്കളുടെ തണല ഞങ്ങളെയൊക്കെ ഇവിടം വരെ വളർത്തിയത്. സ്തോത്രം.
ഈ പാരമ്പര്യങ്ങളെയും പട്ടത്തങ്ങളെയും ഒക്കെ ത്യജിച്ച് മലനാടിന്റെ റാണിയായ റാന്നിയുടെ മണ്ണിൽ നിന്ന് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പല കുടുംബങ്ങളെ ചരിത്രം എനിക്ക് അറിയാവുന്നതുകൊണ്ട് സൂക്ഷ്മമായിട്ട് ഞാനൊന്ന് പറയാൻ പോവാണ്. ഇത് ഞങ്ങളുടെ റാന്നിയിൽ ഒരു അവറാച്ചാനും സാറാമാമയുണ്ട്, മർത്തോമായിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാ. ഈ കുടുംബത്തിന്റെ ചരിത്രം ഒരു അത്ഭുതകരമായ ചരിത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവരുടെ കുടുംബത്തിൽ അവറാച്ചാനും സാറാമാമയ്ക്കുള്ള മൂത്ത മോട് പേര് റോസമ്മേന, തൊട്ട് താഴെ 10ാം ക്ലാസ് താറ്റിയ ഒരു മത്തായിച്ചന, അതിന്റെ താഴെ കുറെ പെൺപിള്ളാരാ. ഇവര് വിശ്വാസത്തിൽ വന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താ അവറാച്ചാന്റെ സാറാമാമയുടെയും വീട്ടുകാർ ഇവരെ നിന്ദിക്കാൻ തുടങ്ങി. ഇവര് നിന്ദിക്കപ്പെടാൻ കാരണം പലതുണ്ടായിരുന്നതിൽ ഒന്ന് റോസമ്മയുടെ വിവാഹ കാര്യത്തോടുള്ള ബന്ധത്തില. റോസമ്മയുടെ പ്രായമുള്ള പെങ്കൊച്ചുങ്ങൾ അവറാച്ചാന്റെ സാറാമാമയുടെയും വീട്ടിലുള്ളതിന്റെ എല്ലാ കല്യാണങ്ങളും നടക്കുക. പക്ഷെ ഈ കൊച്ചിന് കെട്ടുപ്രായം കഴിഞ്ഞിട്ട് കല്യാണം വരുന്നുണ്ടെങ്കിൽ പോലും ഇതിനെ അയക്കാനുള്ള വഴി ഇവർക്കില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ രണ്ടും കൂടി ഒരു തീരുമാനമെടുത്തു. ദൈവനാമം അങ്ങനൊന്നും ദുഷിക്കരുതല്ലോ. അതിനെന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. ഒത്തിരി ഒന്നുമില്ലെങ്കിലും കുറച്ച് സ്ഥലം ദൈവം തന്നിട്ടുണ്ട്. ആ സ്ഥലം ഒന്ന് സൊസൈറ്റി പണയപ്പെടുത്തിയിട്ട് കുറച്ച് കാശെടുക്കാനായിട്ട് ഒരു ദിവസം രാവിലെ അവറാച്ചാൻ ഇങ്ങനെ സൊസൈറ്റിയിലേക്ക് പോവുക, ആധാരക്കെട്ടുമായിട്ട്. അങ്ങനെ പോകുന്ന വഴിക്കാ കൂട്ടുവിശ്വാസി ബെന്നിച്ചനെ കണ്ടത്. ബെന്നിച്ചൻ ചോദിച്ച, അച്ഛൻ എവിടെ പോവാ? അവറാച്ചായനുള്ള കാര്യം പറയാ. കുഞ്ഞെ ബെന്നിച്ച, ഇതാ വിഷയം. റോസമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. അതിനുവേണ്ടി എവിടെ പോവാ? സൊസൈറ്റിയിൽ സെക്രട്ടറി. ഈ ബെന്നിച്ചനോട് അവറാച്ചാനും മറക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ പെന്തിക്കോസുകാരനാണെങ്കിൽ എവിടെ പോവാച്ചാന്ന് ചോദിച്ചാൽ ഇവിടെ പോവാന്ന്, ഇവിടം വരെ പോവാന്ന്. ഇവിടം വരെ എന്ന് പറഞ്ഞിട്ട് ഇവിടം വരെ പോവും, എറണാകുളം വരെ പോവും. പക്ഷെ ബെന്നിച്ചനെ മറക്കേണ്ട ഒരു കാര്യവും ആർക്കില്ല. ചിലരൊക്കെ ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, പക്ഷെ ദൂത് വല്ലതും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ, പരസ്യമായിട്ടൊന്നും പറയാം. സ്വത്രം. ചിലരാണ് ഒരു വിഷയവും സഭ അറിയിക്കാതെ ആരും അറിയാതെ പ്രാർത്ഥന നടത്തും. ഈ തിരുവനന്തപുരത്തൊക്കെ ഇഷ്ടം പോലെ പ്രവാചകന്മാരുണ്ട്. കാര്യം വീടാന്തരം കയറി വന്ന് പ്രാർത്ഥിക്കാൻ കഴിവുള്ള ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ വിളിച്ചിരുത്തി പിടിച്ചു വെച്ച് എന്ത് ചെയ്യുക? എൻ്റെ പൊന്നു കൂടപ്പുറപ്പുകളെ, സഭയില്ലാതെ എത്ര പിടിച്ചാലും വലിച്ചാലും ഒന്നും തീയത്തില്ല. ഉറക്കെ പറ. ഇതൊന്നും പറഞ്ഞാൽ ആരും യോജിക്കത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങൾ യോജിക്കാതിരിക്കോ ഒന്നും വിഷയമൊന്നുമല്ല. ഉള്ള കാര്യം ഞാൻ പറയട്ടെ. കാണപ്പെടുന്ന വിശ്വസിക്കാൻ പറ്റാത്ത നിനക്ക് കാണപ്പെടാത്ത ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് ഞങ്ങളുടെ വിഷയം സഭക്കാരറിഞ്ഞാൽ അവർ പരസ്യമാക്കും. ആക്കട്ടെ, 4 അങ്ങ് പരസ്യമാകട്ടെ. എന്നാലും ദൈവം പ്രവർത്തിക്കും. കാര്യം സഭ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിലും ദൈവം എന്ത് ചെയ്യാതിരിക്കത്തില്ല. ഇന്ന് രാത്രി ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, എനിക്ക് ഉറപ്പാ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത്തിക്കത്തെ പാസ്റ്റർ വന്നുകൊണ്ടൊന്നും ഇവിടെ ഒന്നും നടക്കത്തില്ല. പക്ഷെ ഇവിടെ ഒരു സഭ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇവിടെ ശക്തമേറിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ, അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ആ കരമേർത്തി ചേർന്നെന്ന് സ്വത്രം ചെയ്താട്ട്. അവറാച്ചാനുള്ള കാര്യം ബെന്നിച്ചനോട് പറയാ. ബെന്നിച്ചൻ പറയാ, അച്ഛൻ എന്താ അബദ്ധമാണ് കാണിക്കുന്നത്? അച്ഛൻ ഇങ്ങോട്ട് വന്നേ. നമ്മൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമല്ലേ? നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. അവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. കരം കോർത്തയച്ച് ആധാരക്കെട്ട് താത്തു വെച്ചേച്ച് കരയുക, പ്രാർത്ഥിക്കുകയല്ല, കണ്ണുനീരാ. ഈ കണ്ണുനീര് അവിടെ ഒഴുകിയത് ആരും കണ്ടില്ല. പക്ഷെ സ്വർഗത്തിന്റെ നെഞ്ചിടിച്ചു പോയി. കാരണം എന്നാന്നറിയാമോ? തൻ്റെ ജനം ഭൂമിയിൽ കരയുന്നത് കണ്ടപ്പോൾ സ്വർഗം എന്ത് ചെയ്തെന്നറിയാമോ? അങ്ങ് നോക്കിപ്പോയി. അടുത്തൊരു വഴി തുറക്കുക. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, റോസമ്മയുടെ തൊട്ട് താഴെ 10ാം ക്ലാസ് തോറ്റ ഒരു മത്തായിച്ചന്റെ കാര്യം. മത്തായിച്ചിന് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുക. ദുബേന്ന വിസയ്ക്കും കാശ് കൊടുക്കണ്ട, ടിക്കറ്റിനും കാശ് കൊടുക്കണ്ട. പാസ്പോർട്ട് എടുത്തു. 3ാമത്തെ മാസം അവിടെ ചെന്നു, ഇൻക്രിമെന്റും കിട്ടി. ഇന്ന് റോസമ്മയുടെ കല്യാണം മാത്രമല്ല നടന്നത്, പെങ്കൊച്ചുങ്ങളെ എല്ലാം നല്ല മാന്യമായിട്ട് കെട്ടിച്ചയച്ചു. അതിനുശേഷം അവറാച്ചാനൊക്കെ 2 നില വീടും റാന്നി വെച്ചു. അവരിന്ന് വിശ്വസ്തയോടെ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും പല രാജ്യങ്ങളിലൂടെ ഇവർ പറക്കുക. ഇവരോട് ആരെങ്കിലും പറയാ, ഞായറാഴ്ച വൈകിട്ടത്തെ സഹോദരന്മാരുടെ പ്രാർത്ഥന അതൊരു കമ്മിറ്റിയും ചൊവ്വാഴ്ചത്തെ സഹോദരിമാരുടെ പ്രാർത്ഥന ഒരു നുണക്കൂട്ടമാണെന്ന് പറഞ്ഞ ഇവര് സമ്മതിക്കുമോന്നേ? ഉറക്കപ്പറ. ഇല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവമക്കളുടെ തണലിന്റെ അകത്ത് നടന്ന വിടുതൽ അവരനുഭവിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം തിരക്കാന്നും പറഞ്ഞ് ഓടി നടക്കാതെ ദൈവമക്കളെ, ദൈവസഭയുടെ ഉത്തരവാദിത്വത്തിന്റെ അകത്തിരുന്ന് കുടുംബങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്, കരങ്ങൾ കോർക്കാൻ തയ്യാറാക്. തമ്മി തണൽ കൊടുക്കാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇതാ ദൈവാത്മാവ് പറയുന്നത്, നിന്നെ കുറിച്ച് ക്രിസ്തുവിൽ എനിക്കൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു. അപ്പം ദൈവമക്കളെ,
ഈ കാട്ടത്തിയൊക്കെ പെരുകുന്നതിന്റെ കാര്യം എന്നാന്ന് മനസ്സിലായോ? ഒന്ന്, നാട്ടത്തി ഫലം കൊടുക്കുന്നില്ല. രണ്ട്, നാട്ടത്തി എന്ത് കൊടുക്കുന്നില്ല? നാട്ടത്തി ഒന്ന് ഫലം കൊടുത്തു നോക്കിക്കേ, നാട്ടത്തി ഒന്ന് തണൽ കൊടുത്തു നോക്കിക്കേ, ഉറപ്പാ കാട്ടത്തിയൊക്കെ എന്ത് ചെയ്യും? അസ്തമിക്കും. സ്തോത്രം. ഉപദേശവും വിശുദ്ധിയും നിമിത്തം ആളുകൾ ആകർഷിക്കപ്പെടുന്ന അനവധി സഭകളുടെ ചരിത്രം എനിക്കറിയാം. ഫലമുള്ളവരായി മാറിയാൽ, തണൽ കൊടുക്കുന്നവരായി മാറിയാൽ ഉറപ്പാ ആത്മാക്കൾ എന്ത് ചെയ്യും? കൂട്ടം കൂട്ടമായിട്ട് ആദായപ്പെടും. സ്തോത്രം. അപ്പം ഒന്ന്, ഫലം കൊടുക്കുക. രണ്ട്, തണൽ കൊടുക്കുക. ഈ ഞങ്ങളുടെ അപ്പച്ചനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അത്തിക്കത്ത് മടന്നോണി താമസിക്കുമ്പോൾ ഇടമുറി എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഞായറാഴ്ച ഏതെങ്കിലും കാരണവശാൽ, ഇന്നത്തെ ആളുകൾ ചുമ്മാതെ യോഗം മുടക്കും. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഒരു അച്ഛനോട് ചോദിച്ചു, എന്നാ യോഗത്തിന് വരാഞ്ഞ്? ഞായറാഴ്ചത്തെ. നേരം പറയും, പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാഞ്ഞുകൊണ്ടാണ് വരാഞ്ഞെന്ന്. ഞാൻ പുള്ളി പറയുന്ന ട്യൂണൊക്കെ കേട്ട പുറത്ത് ഏതാണ്ട് വലിയ കാര്യം പറയാൻ പോവാന്ന്. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാഞ്ഞുകൊണ്ടാ. അപ്പം വരാതിരിക്കാനായിട്ട് കണ്ടെത്തിയ കാരണമാണ് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലെന്നുള്ളത്. അങ്ങനത്തെ ആളുകളാണ് നമുക്കിന്നുള്ളത്. പക്ഷേ അന്നത്തെ ദൈവമക്കളൊന്നും അങ്ങനല്ലല്ലോ. എൻ്റെ അപ്പച്ചനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞായറാഴ്ച വരുന്ന ഒരാള് അവരെ കണ്ടില്ലെങ്കിൽ, അവരെ കാണാതെ, വിവരമറിയാതെ ഉച്ചയ്ക്ക് ചോറുണ്ണാനിരുന്ന തൊണ്ടയ്ക്കൊന്നും എന്തിറങ്ങത്തില്ല, ചോറിറങ്ങത്തില്ല. അത്രയ്ക്കൊരു കൂട്ടായ്മ ബന്ധം ദൈവം ആഗ്രഹിക്കുന്നത് കേട്ടോ. നമ്മൾ ഭയങ്കര ബിസിയാ, നമ്മൾ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് ആരോടും കൂടാൻ എന്തോ ഇല്ല, നേരമില്ല. വീട്ടിൽ പോലും നേരമില്ല. അതുകൊണ്ട് പിള്ളേരോട് പോലും എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. ചിലരൊക്കെ പരിജ്ഞാനം കൂടി 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 ആരോടും എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മൗനം വിദ്വാന് ഭൂഷണം, അതിമൗനം പ്രാന്തിന്റെ ഭേഷണം. അപ്പം വീട്ടിലൊക്കെ മിണ്ടാതിരിക്കുന്നത് വിവരത്തിന്റെ ഭാഗമല്ല, വിവരക്കേടിന്റെ ഭാഗമാണ്. സ്തോത്രം. അതിമൗനം പറയുന്നേ അത് വലിയൊരു പ്രാന്തിലേക്ക് നയിക്കത്തുള്ളൂ. ചിലരൊക്കെ പരിജ്ഞാനം കാണിക്കാൻ ആരോടും എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. അത് പിള്ളാരോടും എന്ത് ചെയ്യത്തില്ല. സ്തോത്രം. അബദ്ധമാണേ. വീട്ടിലൊക്കെ നന്നായിട്ട് സംസാരിക്കണം. സംസാരിക്കുന്നവന് മാത്രമേ തണൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവർക്ക് മാത്രമേ തണൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഫലം കായ്ക്കുക, രണ്ടാമത്തെ കാര്യം തണൽ കൊടുക്കുക, മൂന്നാമത്തെ അത്തിയെക്കുറിച്ചുള്ള ഹിതം വായിക്കാം. സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. സുവിശേഷം 24:32. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ അത്തിയുടെ മൂന്നാമത്തെ പ്രത്യേകതയാണ്, അത് വേനലിന്റെ അടയാളമാണ്. സ്തോത്രം. അപ്പം വേനലിന്റെ അടയാളമാണ് ആര്? അത്തി. കർത്താവിന്റെ വരവിന്റെ അടയാളമാണ് ആര്? അത്തി. സ്തോത്രം. അപ്പൊ ദൈവസഭയുടെ എല്ലാ പ്രവർത്തികളിലും എന്തിനെ വിളിച്ചറിയിക്കണം? നാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കണം. അവന്റെ പ്രത്യക്ഷതയെ കുറിച്ച് പറയുവാൻ നാം താല്പര്യപ്പെടണം. സ്തോത്രം. ഈ ഞായറാഴ്ചകളിൽ, ആരാധനകളിൽ, ഇടയോഗങ്ങളിൽ പഴയ ദൈവമക്കൾ ഉയർത്തിയ പാട്ടുകളുടെ പ്രത്യേകത അതെല്ലാം കർത്താവിന്റെ വരവിനെ വെളിപ്പെടുത്തുന്ന പാട്ടുകളായിരുന്നു, അല്ലേ? ഭവന പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പാടുന്ന പാട്ടുണ്ട്, രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവത്തിന് സ്വത്രം. ഈ കൊടമുരുട്ടിയിലൊക്കെ അത് ട്രം അടിച്ച് IPC-യിലൊക്കെ കൊട്ടുന്നത് ഞങ്ങളുടെ ഇങ്ങേ കര കേൾക്കായിരുന്നു. ഷിൽപാസ് ഇവിടെ ഇരിക്കുന്നുണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ കണ്ണമ്പിളി ശാരോലൊക്കെ അത് മുഴങ്ങുമ്പോൾ ഇങ്ങേ കരയിലത് കേൾക്കാം. സ്വത്രം. പാടുന്നെന്തോ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? അയലോക്കക്കാരന്റെ നെഞ്ചിലോട്ട് ഇതൊരു ഇടുത്തി പോലെ എന്ത് ചെയ്യുന്നത്, കയറി ചെല്ലുന്നത്. നമ്മൾ ഇന്ന് പാടുന്ന എന്താ? ദേശത്ത് വന്ന് അനുഗ്രഹിക്കപ്പെടും, അവിടെ വന്ന് അനുഗ്രഹിക്കപ്പെടും. എടാ, അവരനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. നീ പാടേണ്ടത് ഇതൊന്നും അല്ല. നീ എവിടെ നിന്ന് വെച്ച് പാടണം. നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ പാടുമ്പോഴത്തേന് ഇവന് തോന്നും എന്തോ ഇതിനകത്ത് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. സ്തോത്രം. പ്രത്യാശയുടെ പാട്ട്,
കർത്താവിന്റെ വരവിനെ ഉയർത്തുന്ന പാട്ട് ദൈവമക്കളുടെ അതരങ്ങളിൽ നിന്ന് വരണം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുത, പഴയ കുറച്ച് അപ്പച്ചന്മാരും ഒക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള സഭകളിൽ പോകുന്ന എനിക്കൊരു വലിയ സന്തോഷമാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്കറിയാത്ത പല പാട്ടുകളും എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും. ഒരുമാതിരിപ്പെട്ട പാട്ടൊക്കെ അന്യമായി കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അടുത്തൊരു സമയത്ത് ഞാൻ ഒരു കൺവെൻഷനിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം എന്തോ ഒരു ആത്മപ്രേരണയാ പാടി, ഉന്നതനെ തവ സേവയൻ ജീവിതം ഒന്ന് മതി എനിക്ക് ഉലകിൽ യാകെ നീയൻ ദൈവം. ആ പാട്ടൊക്കെ ഇങ്ങനെ പാടുക. എനിക്ക് പാടാനൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ആ പാട്ടിട്ടതേ ഉള്ളൂ. അവിടുത്തെ പാടിയത് കേരളത്തിലെ നല്ലൊരു പാട്ടുകാരൻ. അവന്മാരത് കുളവാക്കിക്കൊണ്ടങ്ങ് അവസാനിപ്പിച്ചു. ഒരു പരുവത്തിൽ ഞാൻ പ്രസംഗമെല്ലാം തീർത്തേച്ച് യോഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരുത്തം കാര്യമായിട്ട് വന്ന് എന്നോട് ചോദിക്കുക, പാസ്റ്റർ ഇത് പുതിയ പാട്ടാണോ? അന്നേരം 2 വർത്താനം ഞാൻ അവനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും ഇതും പറഞ്ഞ് ആളുകൾ ഇളകുമ്പം ദൈവമക്കളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഓരോ കൂട്ടായ്മകളിലും കർത്താവിന്റെ വരവ് നമ്മുടെ മധ്യത്തിൽ ഉയരണം. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ എല്ലാ യോഗത്തിലും, 21 യോഗത്തിൽ, എല്ലാ പ്രസംഗങ്ങളിലും, എല്ലാ ആരാധനകളിലും ദൈവസഭയ്ക്കകത്ത് മുഴങ്ങേണ്ട ഒരു ശബ്ദമുണ്ട്. ഏതാ ശബ്ദം? ഉറക്കെ പറ. അയാളിൽ വെളിപ്പെടുന്ന തേജസ്കരിക്കപ്പെട്ടവന്റെ ശബ്ദം മുഴക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. സ്വത്രം. ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ നിന്നാൽ ഉറപ്പാ ഒരു കാട്ടത്തിയും വേരുണ്ടാകത്തില്ല, ഒരു കാട്ടത്തിയും വളരത്തില്ല. കാട്ടത്തി വളരുന്നതിന്റെ കാരണം ഫലം കൊടുക്കേണ്ടവർ ഫലമില്ലാത്തവരായി മാറുന്നത് കൊണ്ടാണ്. കാട്ടത്തി വളരുന്നതിന്റെ കാരണം തണൽ കൊടുക്കേണ്ടവർ തണൽ കൊടുക്കാത്തത് കൊണ്ടാണ്. കാട്ടത്തി വളരുന്നതിന്റെ കാരണം വേനലിന്റെ അടയാളമായി ആളുകൾ നിൽക്കാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രികാല സ്വർഗം നമ്മോട് പറയുന്നു, നാം ഫലമുള്ളവരായി മാറുക, നാം തണൽ കൊടുക്കുന്നവരായി മാറുക, നാം വേനലിന്റെ അടയാളമായി നിൽക്കുക. ഇങ്ങനെ നിൽക്കുമ്പോൾ കാട്ടത്തിയിൽ ഇരിക്കുന്ന ചില സക്കായിമാരെന്ത് ചെയ്യും? ഉറക്കെ പറ. ഇറങ്ങി വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിലെ യോഗങ്ങൾ കഴിയുമ്പോൾ കാട്ടത്തിയിൽ ഇരിക്കുന്ന, ഇല്ല പ്രിയപ്പെട്ടവരെ, സക്കായിമാർക്ക് കാട്ടത്തിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. സക്കറിയാസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശുദ്ധമായതെന്ന. കാട്ടത്തി റോമൻ അധികാരത്തെ കാണിക്കുന്നതാ. കാട്ടത്തി ഇരുട്ടിന്റെ അധികാരത്തെ കാണിക്കുന്നതാ. വിശുദ്ധമായതൊന്നും ഇരുട്ടിന്റെ അധികാരത്തിൽ കുടുങ്ങിക്കിടക്കുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല. ഞാൻ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ, നാം ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇരുട്ടിന്റെ അധികാരത്തിൽ ചുറ്റി ഈ പട്ടണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചിലതിനെ, ചില ശേഷിപ്പുകളെ സ്വർഗം പുറത്തു കൊണ്ടുവരുവാ, ഉദ്ധരിക്കുവാ, തുറക്കുന്ന ചില പദ്ധതികൾ സംഭവിക്കുന്ന ദിവസങ്ങളായിരുന്ന് വിശ്വസിക്കുന്ന ദൈവജനം ആത്മാവിൽ ആരാധിച്ചാട്ടം. ശക്തമായിട്ട് ദൈവാത്മാവിനോട് ഇടപെടുകയാ. ആത്മാക്കളെ തടഞ്ഞു കെട്ടുന്ന, ആത്മാക്കളെ തടഞ്ഞു വെക്കുന്ന ദേശത്തിന്റെ അധികാരങ്ങളെ തകർക്കുവാൻ ഈ പ്രാർത്ഥനയുടെ രാത്രി അങ്ങനത്തെ ഒരു ദൈവകൃപയുടെ ചലിച്ചുകൊണ്ടിരിക്കുക. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിശുദ്ധമായ ചിലതിനെ കാട്ടത്തികളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ദേശ അധികാരങ്ങളിൽ നിന്ന് ആത്മാവിലൊന്നാരാധിച്ച് അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്ന, നമ്മുടെ കൂടെ ഈ ഭയൽ ആരാധിക്കേണ്ട ചിലതിനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ചിലതിനെ ഈ ദിവസങ്ങളിൽ സ്വർഗം എന്ത് ചെയ്യാൻ പോവുക? വിശുദ്ധമായ ചിലത് അശുദ്ധിയുടെ അകത്ത് മൂടിക്കിടക്കുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തിയോട് തെക്കിനോടും വടക്കിനോടും കിഴക്കിനോടും പടിഞ്ഞാറിനോടും അധികാരത്തോട് കൽപ്പിക്കഭിഷേകം. ശക്തമായി ദൈവാത്മാവിനോട് ഇടപെടുക. ചില അഭിഷേകന്മാരോട് ദൈവാത്മാവ് ഇടപെടുക. നിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ നിന്നിലൂടെ പുറത്തു വരേണ്ട ചിലതിനെ തടഞ്ഞു വെച്ചിരിക്കുന്നതിലെ അധികാരങ്ങളോട് ഈ രാത്രി അധികാരത്തോടെ കൽപ്പിക്കും. ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവകൃപ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധമായ ചിലത് ഒതുക്കപ്പെട്ടിരിക്കുമ്പോൾ
ഓ കൂടാരവര, ഇപ്പം നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് ഇടപെടുക. പ്രയോജനപ്പെടേണ്ട ഒതുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. സംഖ്യാപുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ ഓ കിഴക്കുന്നതും വടക്കുന്നതും തെക്കുന്നതും പടിഞ്ഞാറുന്നതും ആത്മാക്കൾ ഓ ചില ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. കാര്യങ്ങൾ ക്ഷണത്തിൽ നടക്കട്ടെ. വിടുതലുകൾ ക്ഷണത്തിൽ നടക്കട്ടെ. ആരാധന യഥാസ്ഥാനത്താകട്ടെ. കഴിഞ്ഞ പകല് ചിന്തിച്ചു നിർത്തില്ല. ആരാധന യഥാസ്ഥാനത്താകുമ്പോൾ നാം ഫലം കൊടുക്കുന്നവരായി മാറും. നാം തണൽ കൊടുക്കുന്നവരായി മാറും. നാം വേനലിന്റെ അടയാളമായി നിൽക്കും. അപ്പോൾ സംഭവിക്കുന്നത് വിശുദ്ധമായ ജലം. വർഷങ്ങൾ കൊണ്ട് നടക്കാത്ത ചില വിടുതലുകൾ, നാളുകൾ കൊണ്ട് തടയപ്പെട്ട ചില വിടുതലുകൾ, അതിനെ ദിവസങ്ങൾ ദൈവാത്മാവ് ഒരുക്കി തരുന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് ഇടപെടുക. ഗോത്രം ഗോത്രമായിട്ട് വടിയുമായിട്ട് പോരുമ്പോ ലേവി ഗോത്രത്തിന്റെ വടി അഹരോന്റെ പേരെഴുതി അത് സാക്ഷ്യകൂടാരത്തിന്റെ അകത്ത് കൊണ്ടുവരിക. അഹരോന്റെ കയ്യിൽ ഒരു ഉണക്കവടിയായിരിക്കുന്നത്. ഏത് മരത്തിന്റെ വടിയാന്ന് പോലും അവൻ അറിയത്തില്ല. എന്നാൽ സാക്ഷ്യകൂടാരത്തിൽ വന്നപ്പോൾ അത് തളിർത്തു കിളുർത്തു ബദാം ഫലം കായ്ച്ചതുപോലെ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകാത്ത ചില ദൈവപ്രവർത്തികൾ ചില നിമിഷങ്ങൾ കൊണ്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നത്. അത് സംഭവിക്കാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രികാലം ആത്മാവിൽ കൽപ്പിച്ച് ആലയത്തിന്റെ അതിരുകൾ വിശാലപ്പെടുവാൻ കഴിയാതെ ആത്മാക്കളെ ദിക്കുകളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന സകല പോരുകളും പൊട്ടി മാറുക. ദൈവസാന്നിധ്യം ചലിക്കുക. പ്രവൃത്തി നടക്കുക. നിന്റെ ശുശ്രൂഷാകാലത്തിൽ വലിയ ദൈവ വിടുതലുകൾ സംഭവിക്കുക. ഇരുട്ടിന്റെ അധികാരങ്ങൾ ഇളകി മാറുക. ദുഷ്ടവ്യാപാരങ്ങൾ പൊട്ടി മാറുക. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ആത്മാവിന്റെ അധികാരത്തോടെ പ്രാർത്ഥിച്ചോ. ചിലതിനെ ഒതുക്കി വെച്ചിരിക്കുന്ന, ചിലതിനെ ബന്ധിച്ച് വെച്ചിരിക്കുന്ന ചില ദുഷ്ട അധികാരങ്ങൾ ഈ രാത്രി ആത്മശക്തിയാൽ ഇളകി മാറുക. ദൈവസഭ ആത്മാവിൽ ആരാധിച്ചോ. ദൈവസഭ ആത്മാവിൽ ആരാധിച്ചോ. ഇത് കർത്താവിന് നിങ്ങളോടുള്ള അതെ സമയമാ. ഇത് കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സമയമാ. ചിലതിനെ എഴുന്നേൽപ്പിക്കാതെ ദൈവസഭ പ്രാർത്ഥിച്ചോ. ദൈവദാസന്മാർ ശക്തമായി കൽപ്പിച്ചോ. ചിലതിനെ എഴുന്നേൽപ്പിക്കാതെ വിടുതലുകൾ സംഭവിക്കട്ടെ. വിടുതലുകൾ സംഭവിക്കട്ടെ. ശക്തമായ വിടുതലുകൾ സംഭവിക്കട്ടെ. കൃപ പ്രാപിച്ച അഭിഷക്തന്മാർ ആത്മാവിൽ കൽപ്പിച്ചു. കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ കൽപ്പിച്ചു. കാവർണഭൂമി സംഭവിച്ചതുപോലെ ആത്മ പകർച്ചകൾ സംഭവിക്കട്ടെ. ആത്മ പകർച്ചകൾ സംഭവിക്കട്ടെ. ആത്മ പകർച്ചകൾ സംഭവിക്കട്ടെ. ശക്തമേറിയ ദൈവകൃപ ചലിക്കുക. ആത്മ പകർച്ചയുടെ ആഴമേറിയ ഒരു മണ്ഡലം ഈ രാത്രി തുറക്കുക. അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, പോരുകൾ അഴിയട്ടെ. ശക്തമേറിയ ദൈവപ്രവർത്തികൾ സംഭവിക്കുക. ദൈവപ്രവർത്തി സംഭവിക്കട്ടെ. ദൈവപ്രവർത്തി സംഭവിക്കട്ടെ. ദൈവപ്രവർത്തി സംഭവിക്കട്ടെ. ജനത്തെ മുന്നേറുവാൻ അനുവദിക്കാതെ, ജനത്തെ ഒതുക്കി വെച്ച, കുടുംബങ്ങളെ ഒതുക്കി വെച്ച, ദേശത്തെ ദൈവപ്രവർത്തിയെ ഒതുക്കി വെച്ച നൂറ്റാണ്ട് സകല ആധിപത്യങ്ങളും ഈ രാത്രി അഴിയട്ടെ. വിശുദ്ധമായ ചിലത് പുറത്തു വരട്ടെ. യഹോവയ്ക്കും അവന്റെ അഭിഷക്തനുമെതിരെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്ത് നാം അവരുടെ കേട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ
ശത്രുവിന്റെ ആധിപത്യങ്ങൾ അഴിയട്ടെ, ശത്രുവിന്റെ പോരുകൾ അഴിയട്ടെ, ദുഷ്ടക്കെട്ടുകൾ പൊട്ടട്ടെ. ഫലം കായ്ക്കുവാൻ കഴിയാതെ, തണൽ കൊടുക്കുവാൻ കഴിയാതെ, കർത്താവിന്റെ വരവിന്റെ അടയാളമായി നിൽക്കുവാൻ കഴിയാതെ, ദൈവിക ഉദ്ദേശങ്ങളിലേക്ക് ജനത്തെ എത്തിക്കാതെ വെല്ലുവിളിക്കുന്ന സകല പോരുകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുക. ഭൂതാത്മാക്കൾ ഇളകി മാറട്ടെ, രോഗാത്മാക്കൾ ഇളകി മാറട്ടെ. അധികാരത്തോടെ കൽപ്പീരം, അധികാരത്തോടെ കൽപ്പീരം, അധികാരത്തോടെ കൽപ്പീരം. കർത്താവിന്റെ ശബ്ദത്തിന് നമുക്ക് ഹൃദയം കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ. ഫലം കായ്ക്കുന്നവരാക്കി ദൈവം നമ്മെ മാറ്റുവാൻ പോകുക. തണൽ കൊടുക്കുന്നവരാക്കി ദൈവം നമ്മെ മാറ്റുവാൻ പോകുക. കർത്താവിന്റെ വരവിന്റെ അടയാളമാക്കി ദൈവം നമ്മെ മാറ്റുവാൻ പോകുക. ദൈവരാജ്യത്തിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടാൻ പോകുക. നമുക്ക് ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. കർത്താവിന്റെ ശബ്ദത്തിന് നമുക്ക് ചെവി ചായ്ക്കാം. ഒരു നിമിഷം കഴിവുള്ളിടത്തോളം ദൈവമക്കൾ മുട്ടുമേ നിന്നാട്ട്. നെടുമുഴങ്കാലിൽ നിൽക്കുവാൻ കഴിവുള്ള ദൈവമക്കൾ എല്ലാവരും മുഴങ്കാലിൽ നിന്നാട്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഫലമുള്ളവരാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാം. തണൽ കൊടുക്കുവാൻ എന്നെ പ്രാപ്തനാക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാണ്, എല്ലാവരും പ്രാർത്ഥിച്ചാണ്, എല്ലാവരും പ്രാർത്ഥിച്ചു. ശൂഠാരാവാര ധൂരാരാവ ശംഭാനാഥ. ഇളകാത്ത ചില അധികാരങ്ങൾ ഇളകി മാറുക, അഴിയാത്ത ചില കെട്ടുകൾ അഴിഞ്ഞു മാറുക. കൃപ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ നിന്റെ നാവ് അധികാരത്തിന്റെ നാവായി മാറും. നിന്നിലൂടെ ദൈവം ചില പ്രവർത്തികൾ ചെയ്യും. നിന്റെ കുടുംബത്തിലൂടെ ദൈവം ചില പ്രവർത്തികൾ ചെയ്യും. നിന്റെ സഭയിലൂടെ ദൈവം ചില പ്രവർത്തികൾ ചെയ്യും. ശക്തമായി പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ. ഉദാരവര വൈഡവാരവ ശാംബനാദരാധര. ആത്മാവി പ്രാർത്ഥിച്ചോ. ഉദാരവര. യെസ്, വലിയ ദൈവ പ്രവർത്തി സംഭവിക്കും. ദൈവാത്മാവിന്റെ തീ കത്തട്ട. ചില അധികാരങ്ങൾ കരിഞ്ഞു മാറട്ടെ. ആത്മ പകർച്ച സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില ദുഷ്ട അധികാരങ്ങൾ ഇളകി മാറട്ടെ. യുവാസ പ്രാർത്ഥന അതിന്റെ ലക്ഷ്യത്തിലേക്ക് വെളിപ്പെടട്ടെ. യുവാസ പ്രാർത്ഥന അതിന്റെ ലക്ഷ്യത്തിലേക്ക് വെളിപ്പെടുവാൻ തടസ്സമായി ദേശത്ത് വെല്ലുവിളിക്കുന്ന സകല പോരുകളും അഴിയട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ൂടകട്ടി വൈടകട്ടി വേദകട്ടി ചൂടകട്ടി ചൊല്ലുകട്ടി വീരകട്ടി അർത്ഥകട്ടി വൈടകട്ടി വേദികട്ടി വേദി 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 വേദിരാജ വേദിമാന വേദിമാന വേദികാര വേദചൊല്ല വേദകെട്ട വേദവാര വൈഡവാര. കുടുംബങ്ങളെ മുന്നോട്ട് വിടാതെ, തലമുറകളെ മുന്നോട്ട് വിടാതെ, ചെറുപ്പക്കാരെ മുന്നോട്ട് വിടാതെ വഴി അടച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളുടെ ഭാവി, തലമുറകളുടെ ഭാവി, കുഞ്ഞുങ്ങളുടെ ഭാവി, ഇതിനൊക്കെ ബന്ധിച്ചു നിന്ന സകല ദുഷ്ട അധികാരങ്ങൾ ഈ രാത്രി അഴിയട്ടെ.